എന്നാൽ 5 സെന്റ് ഇത്രയും വില എന്നൊക്കെ പറയുമ്പോ എന്തായാലും അത് കുറച്ച് കൂടുതലല്ലേ? അത് കൂടുതലാണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ തന്നെയാണ്. ഹൈവേ സൈഡല്ലേ, പിന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടും. ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഈ ഹൈവേന്റെ അടുത്ത് നമ്മൾ 5 സെന്റ് എടുക്കുന്നതിന് പകരം അവിടെ ഒരു 10 സെന്റ് എടുക്കാം. അത് വേണം. എന്നാ പിന്നെ അത് നോക്കിയാലോ? അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ? അങ്ങോട്ട് 4 വീലർ പോവില്ല. ആ കൂടെ പോകുന്നതാണ് ഓട്ടോയും ബൈക്കും. അതെടുത്തിട്ട് നമ്മൾ എന്ത് കാണിക്കാനാ? ഒന്ന് നോക്കുമ്പോ അതും ശരി തന്നെയാണ്. ഈ സൗകര്യം വേണം, റോഡിന്റെ സൈഡും ആയിരിക്കണം, വിലയും കുറയണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂലല്ലോ. പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ ഈ വാടക വീട്ടിലിരിക്കുക, നമുക്കും വേണ്ട ഒരു മാറ്റം. എന്തായാലും നമ്മൾ തീരുമാനിച്ചല്ലേ, ഏട്ടൻ നോക്കിക്കോ ഏതാ വേണ്ട വെച്ചാല്. ഇപ്പൊ തന്നെ ഒരു 10-30 പ്ലോട്ട് എന്ന് കണ്ടതിലൊക്കെ ബെസ്റ്റ് ഇതാണ് എനിക്ക് തോന്നിയത്. ഇതങ്ങോട്ട് സംസാരിച്ച് ഡീലാക്കിയാലോ? എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിച്ചോ. അല്ലല്ലോ എത്രന്ന് വെച്ചിട്ടാ ഈ സ്ഥലവും നോക്കി നടക്കുന്നത്. അങ്ങനെ നമുക്കൊരു വീടാകാൻ പോകും. ഹലോ, ആ രാഘവേട്ടാ, ഞാനാ. പിന്നെ നമ്മൾ ആ ഹൈവേന്റെ സൈഡിൽ ഒരു പ്ലോട്ട് നോക്കില്ലേ, ഒരു 5 സെന്റ്. നമുക്കൊന്ന് ഇരുന്നാലൊന്ന് അതിന് വേണ്ടിയിട്ട്. വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ശരി എന്നാ. അമ്മേ എന്ത് ചെയ്യാ? ഞാൻ ഈ ബാൽക്കണി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു. ഞങ്ങള് സ്ഥലം പറഞ്ഞില്ലായിരുന്നോ, ഹൈവേന്റെ സൈഡേ. അത് ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വില വില ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത്രേനെ പറയുന്നേ. എന്താ ചെയ്യാ? അല്ലെ പിന്നെ ഉള്ളോട്ട്, അങ്ങനെയാ പറഞ്ഞേ. ഉള്ളോട്ടാവുമ്പോ പക്ഷെ വഴി പ്രശ്നമുണ്ട്, വില കുറഞ്ഞു കിട്ടും. ഹൈവേ സൈഡ് തന്നെ വീട് വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും വിലയും കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കാറ് പോകില്ല, അത്രയല്ലേ ഉള്ളൂ. അടുത്ത് വീടുകളും പറമ്പും ഒന്നും ഇല്ല. കാർ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം, എന്നിട്ട് വീട്ടിലേക്ക് നടക്കണം. കുറച്ച് ദൂരാണെങ്കിൽ എന്താ, വില കുറഞ്ഞു കിട്ടില്ലേ? അതല്ലേ നോക്കേണ്ടത്. ഉള്ള പൈസ മുഴുവൻ കൊണ്ടുപോയി കളയാനാ? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഏട്ടൻ അതിന്റെ ബ്രോക്കറെയും പിന്നെ ഓണറെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുക. ഇന്ന് തന്നെ സംസാരിച്ചിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം എന്നാ പറയുന്നേ. ഒന്നാമത് അങ്ങനത്തെ ഒരു സ്ഥലത്തായതുകൊണ്ടേ വിറ്റ് പെട്ടെന്ന് പോകുന്നു, പിന്നെ നമുക്ക് കിട്ടാണ്ടാവും. ഇതിന് എത്രയോ തെരഞ്ഞു കിട്ടിയതാ. അത് നിന്റെ കെട്ടിയോൻ പറഞ്ഞല്ലേ, അവനോട് പറ ഒന്ന് ഇറങ്ങി തപ്പാൻ വേണ്ടിയിട്ട്. ഈ ഭൂമി വിശാലമായിട്ട് കിടക്കുക, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് മടിയും പിടിച്ച് വീട്ടിലിരുന്നിട്ട് 1-2 സ്ഥലം നോക്കിയിട്ട് വന്നാല് എങ്ങനെയാ ശരിയാകുക? രണ്ടും കൂടി സ്ഥലം നോക്കാൻ ഇറങ്ങിയിരിക്കുന്നു, ഒരു വിവരവും ഇല്ല, ബോധവും ഇല്ലാത്ത രണ്ടെണ്ണം. ഒരു കാര്യം ചെയ്യാം, അവനോടൊന്നും നോക്കണ്ടെന്ന് പറ. ഞാനിവിടെ അച്ഛനോട് പറയാം, അച്ഛൻ കണ്ടുപിടിച്ച് തരും നല്ല അടിപൊളി സ്ഥലങ്ങൾ. അപ്പൊ ഇത് വേണ്ട? വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാ വേണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയാം. അച്ഛനറിയും 10-15 ബ്രോക്കർമാരെ. ഇതാ ഇഷ്ടം പോലെ സ്ഥലം അങ്ങോട്ട് വരും ഇപ്പൊ. എന്നാ പിന്നെ അച്ഛനോട് നോക്കാൻ പറയുമ്പോ അതാ നല്ലത്. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ശരി. ഓ, ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പൊ അമ്മേനെ വിളിച്ചില്ലെങ്കിൽ കുടുങ്ങി പോയാന്. എടാ വേഗം വാ, ഇറങ്ങാനായി. ഇറങ്ങാനായോ? എന്താ പോയി ചായ കുടിക്കും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു 2000 രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുക. പിന്നെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തെ ആഴ്ച നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. എന്നാ പിന്നെ ആ ഒരു തലവേദന ഒഴിഞ്ഞല്ലോ. വീടിന്റെ കാര്യത്തേക്ക് നോക്കിയാൽ പോരെ? അല്ല, ഇത്രയും തിരക്കിട്ടിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ഈ സ്ഥലമൊക്കെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ ഒരു തീരുമാനം എടുത്താൽ പോരെ? ഇന്ന് രാവിലെ നമ്മള് തീരുമാനിച്ചത് ഈ സ്ഥലം തന്നെ മതിയെന്ന്. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തീരുമാനം മാറ്റിയോ? അതിനിപ്പോ തീരുമാനം മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ജസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അതും വാക്കുകൊണ്ട്. ടോക്കൺ അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഭൂമിയിൽ ഈ സ്ഥലം മാത്രമല്ലല്ലോ ഉള്ളത്, വിശാലമായി കിടക്കുകയല്ലേ ഭൂമി. എത്ര സ്ഥലങ്ങൾ വേണമെങ്കിലും കിട്ടും, ഇതിനേക്കാളും നല്ലത്. എന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞു. എനിക്ക് തോന്നി. എടി, നിന്റെ അമ്മയ്ക്ക് അറിയാം ഈ നാട്ടിലത്തെ കാര്യങ്ങള്. ഒരു കാര്യം ചെയ്യ്, അമ്മേനോട് പറ ഇവിടെ വേറെ വല്ല സ്ഥലം കണ്ടുപിടിച്ചു തരാം, ഇതിനേക്കാളും നല്ലത്. കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും ധൈര്യം. അത് നല്ല റോഡ് സൈഡ്, ഇതിനേക്കാളും വില കുറഞ്ഞ നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ല സ്ഥലം. എന്റെ അച്ഛൻ ഇറങ്ങാൻ പോവുക. അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലവും കൊണ്ടേ വരും. അമ്മയെ വിളിക്കുന്നത് തോന്നുന്നു. നോക്കട്ടെ.
അച്ഛനോട് സംസാരിച്ചോ അമ്മേ? ആ ഇല്ല, ഞാനത് ഏട്ടനോട് പറഞ്ഞതാ. ഇല്ല, ഏട്ടൻ തീരുമാനിച്ചു പോടില്ലാന്ന്. ഏട്ടൻ പറഞ്ഞ എന്താന്നറിയോ? അമ്മ പറഞ്ഞു തന്നെയാ ശരി, എന്നാ പിന്നെ അമ്മേനോടും അച്ഛനോടും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കാൻ. ഓ നോക്കിക്കോ. ബഡ്ജറ്റ് അമ്മയ്ക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടെന്ന്. ആ വേണ്ട, ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, ശരി. സ്ഥലവുമായിട്ട് അച്ഛൻ ഇനി ഇങ്ങോട്ട് വരുന്നുള്ളൂന്ന്. ആ എന്നാ പിന്നെ നിന്റെ അച്ഛൻ സ്ഥലം കൊണ്ടുവരട്ടെ, നമുക്ക് ഇതങ്ങോട്ട് ഒഴിവാക്കാം. പിന്നെ ഇന്നത്തോടെ ഈ സ്ഥലത്തിന്റെ കാര്യമില്ലേ, ആ ഏർപ്പാട് ഞാൻ അങ്ങോട്ട് നിർത്തി. നിന്റെ അച്ഛൻ നോക്കട്ടെ. ആൾക്ക് ഇത്ര ദേഷ്യപ്പെട്ടു പോകുന്നേ? അല്ലെങ്കിൽ മൂത്താര വാക്കുന്നതെന്നല്ലെങ്കിൽ ആദ്യം കഴിക്കും പിന്നെ മധുരയ്ക്കുന്ന, അത് മനസ്സിലായിക്കോളും. അതെ, നീ നിന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോട്ടോ. ഇനിയിപ്പോ പോവാനേ ആ കൂടെ 5 ദിവസം സമയമുള്ളൂ. എന്തിനാ 5 ദിവസം? ഞാൻ ഇപ്പോഴേ റെഡി. നിങ്ങളന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ ഞാൻ എന്റെ ബെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വാങ്ങാനുള്ളതേ 2-3 കുർത്തിയാ. അത് പിന്നെ ഇവിടുന്ന് വാങ്ങണ്ടല്ലോ, പോകുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഓഹോ, അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചോ? ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ടൂർ പോകാൻ നിൽക്കുന്നത്. ഈ വാടക വീട്ടിലിരുന്നിട്ടേ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും പോണം എന്ന്. പക്ഷെ ഏട്ടനോട് പറയാനൊരു മടി. വാടക കൊടുക്കണം, വീട്ടില് വേറെ ചെലവ്, ഓരോന്നൊക്കെ ആലോചിച്ചിട്ട്. ഇതിപ്പോ സമാധാനമായി, നമുക്ക് ഒരു ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ റൂട്ട് മാപ്പ് നോക്കണം, ഹോട്ടലുകൾ സെർച്ച് ചെയ്യണം, ഇതിപ്പോ ഒന്നും വേണ്ടല്ലോ, കുറെ ആൾക്കാരും കൂടെ ഉണ്ടാവും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ നിന്നെയും കൊണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന്. പക്ഷെ നടക്കണ്ടേ, കയ്യിൽ പൈസ വരും വിചാരിക്കും എവിടെയെങ്കിലും പോകാന്ന്. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങോട്ട് മുടങ്ങി. പിന്നെ തട്ടിമുട്ടി അങ്ങനെ ഇതങ്ങോട്ട് ശരിയായി കിട്ടി. എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം നമ്മുടെ ലൈഫില്. റെഡി ആയിക്കോ പോവാൻ. അങ്ങനെ ആറ്റുനോറ്റ് കാത്തിരുന്നൊരു കാര്യം റെഡിയാകുമ്പോൾ നീ കുറച്ച് ദിവസം ഒരു ടെൻഷനും ഇല്ല, നീ അടിച്ചു പൊളിച്ചിട്ട്. എന്നിട്ട് നീ ക്രീം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ? അമ്മ ഇത് എടുക്കാൻ വേണ്ടി വന്നതാ. ഒരാഴ്ച പരിപാടിയല്ലേ, മോയ്സ്ചറൈസർ ഇല്ലെങ്കിലേ ഒന്നും ശരിയാവില്ല. ഞാൻ അന്നിവിടെ ഒന്ന് വെച്ചിട്ട് പോയതാ. അയ്യോ കഷ്ടം തന്നെ പെണ്ണ് നിന്റെ കാര്യം. ഈ ക്രീമും ടൂറും ഒക്കെയാണോ നിന്റെ ലോകം ഇപ്പോഴും? കല്യാണം കഴിഞ്ഞു, ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഏറ്റെടുക്കേണ്ട സമയമായി. അല്ലാണ്ട് ടൂറും ക്രീമും എന്നൊക്കെ പറഞ്ഞ് ഓടുകയല്ല ചെയ്യേണ്ടത്. അതിനെന്തമ്മേ, ഇതൊക്കെ വേണ്ട ജീവിതത്തില്. ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാൻ പറ്റുമോ? ഇപ്പൊ ടെൻഷൻ അടിച്ചില്ലെങ്കിലേ പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും. നല്ല പ്രായത്തില് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതല്ലേ അവൻ. അപ്പൊ അവന്റെ പൈസ അതുപോലെ അങ്ങോട്ട് എടുത്തു വെക്കുക, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? ഈ വാടക വീട്ടിൽ നിന്ന് മാറണ്ടേ? ടൂറ് പോയി നടന്നാ മതിയോ? അതിന് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഇതിപ്പോ അങ്ങോട്ട് പോകാനും വരാനും ഒക്കെ ആയിട്ട് നല്ലൊരു പൈസ അവർക്ക് കൊടുക്കണ്ടേ? വെറുതെ കൊണ്ടുപോവോ? അച്ഛൻ ഇവിടെ സ്ഥലം നോക്കുന്നില്ലേ, അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റിവെക്ക്. നിങ്ങൾക്ക് വലിയൊരു ഉപകാരമായില്ലേ ഇത്? അമ്മ ഞങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞല്ലോ അമ്മ ഇത് തന്നെയല്ലേ പറയാ, ഇപ്പൊ പോണ്ട ഇപ്പൊ പോണ്ട ഇപ്പൊ പോണ്ടെന്ന്. ഇത് ആദ്യമായിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാൻ നിൽക്കുന്നത്. അത് മുടക്കല്ലേ അമ്മേ. എനിക്കിപ്പോ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ടൂറും കാര്യങ്ങളും ഒന്നും വേണ്ട. അനാവശ്യ പൈസ ചെലവാ. ആ പൈസ വീടിന് വേണ്ടി മാറ്റിവെക്ക്. അമ്മ അതിന് സ്ഥലത്തിനുള്ള പൈസയൊക്കെ ഞങ്ങൾ ഏകദേശം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടന്റെ വീട്ടിലുണ്ട് കുറച്ച് സ്ഥലം വിൽക്കാൻ, അതൊക്കെ വിറ്റിട്ട് തന്നെയാണ് പുതിയ സ്ഥലം വാങ്ങാൻ നോക്കുന്നത്. ഓ പിന്നെ കുറെ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ ചെക്കൻ 5 പൈസന്റെ വിവരമില്ല. നീയും അതുപോലെ ആകല്ലേ. 10-20,000 രൂപ കൊണ്ടുപോയിട്ട് കളയുന്നതിന് പകരം എടുത്തു വെക്കാനാ പറയുന്നത്. നീ എന്തെങ്കിലും തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുന്നേ? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ടൂറിന് പോകണമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി എല്ലാം റെഡിയാക്കിയത്. ഇപ്പൊ പോണ്ട. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എടുത്തു പിടിച്ചൊരു ടൂറ് തൽക്കാലം നമുക്ക് വേണ്ട. എല്ലാം റെഡിയായി, മറ്റന്നാൾ പോവാൻ നിൽക്കുക, അഡ്വാൻസ് കൊടുത്തു. അതിന്റെ ഇടയ്ക്കാണോ നീ ഇങ്ങനെ വന്ന് പറയുന്നത്? അത് നിനക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇനി എന്താ അവരോട് പറയാ? നമ്മൾ പോവില്ലായിരുന്നെങ്കിലും അവർ വേറെ ആരെയും കൊണ്ടുപോയില്ലായിരുന്നോ? ഇനിയിപ്പോ ഞാൻ അയാൾ വായിക്കുന്നത് കേൾക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നത് വിചാരിച്ചിരുന്നാലേ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ അഡ്വാൻസ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. ടൂർ അങ്ങോട്ട് പോയതാണെങ്കിലോ കയ്യിലുള്ള പൈസ മുഴുവൻ നഷ്ടപ്പെടില്ലേ? ഈ ലാസ്റ്റ് മൊമെന്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പല ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി ആയി വല്ല മീറ്റിങ്ങോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പോവില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ അയാൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കണ്ട. പൈസ മുഴുവൻ അങ്ങോട്ട് പോകും. പ്രാരാബ്ദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ജീവിതത്തിൽ.
പൈസ ഉള്ളവർ പോയിട്ട് വരട്ടെ. ഞാനേ ഒന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്നെക്കാളും മൂത്തല്ലേ, നിങ്ങൾക്കൊന്നും ചിന്തിച്ച് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കിക്കൂടെ? അപ്പൊ നീ ലാസ്റ്റ് എല്ലാം കൂടെ എന്റെ തലയിലേക്ക് ഇടുക. നീ തന്നെ എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ എവിടേക്കും കൊണ്ടുപോകുന്നില്ല, നിനക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടെൻഷനാണ്, അതാണ് ഇതാണ്. അങ്ങനെയല്ല ഞാൻ ഈ ടൂർ എവിടുന്നൊക്കെ തപ്പി പിടിച്ച് റെഡിയാക്കിയത്. എന്നാൽ ലാസ്റ്റ് നീ എന്നോട് പറയണം എനിക്ക് നിനക്ക് പറഞ്ഞു തരാനുള്ള കഴിവില്ല, കുറച്ചുകൂടെ ചിന്തിച്ചൂടെ, ബോധമില്ലേ? ഇതാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെറ്റുമില്ല. പണ്ടത്തെ പോലെ പിള്ളേരാണെന്നാണോ വിചാരം? കല്യാണം കഴിഞ്ഞില്ലേ, ഉത്തരവാദിത്തങ്ങളായി. കുറച്ച് പൈസ ഉള്ളത് എങ്ങനെയെങ്കിലും ശേഖരിച്ച് വെക്കാന്നല്ലാണ്ട് നമ്മൾ ടൂറ് പോയി അടിച്ചു പൊളിച്ച് നടന്ന ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഇത്രയും കാലമില്ലാത്ത ഉത്തരവാദിത്വം പോകുന്ന നിനക്ക് ഇപ്പൊ ഇവിടുന്ന് വന്നു. ഇതെന്തായാലും നിന്റെ ബുദ്ധി രോധിച്ചതല്ല, അതിനൊരു വഴിയിൽ. ഇതാര് പറഞ്ഞെന്ന്? ആര് പറഞ്ഞു തരാൻ? ആരും പറഞ്ഞു തന്നൊന്നല്ല, ഞാൻ ചിന്തിച്ചതാ. നിന്റെ അമ്മേനോട് നീ ടൂറിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കൊടുത്ത അഡ്വാൻസ് ഇല്ലേ, അത് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. സാരല്ല, ബാക്കി പൈസ പോകാണ്ട് രക്ഷപ്പെട്ടില്ലേ, അതന്നെ വലിയ കാര്യം. നീ കുറെ നേരം പൈസ നഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ നിന്റെ അമ്മേന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ പോകുന്നത്? നമ്മൾ നമ്മുടെ പൈസയിലേ പോകാൻ നിൽക്കുന്നത്. അതിന് മാത്രം വിഷമം വരേണ്ട കാര്യം തമ്മിക്ക്. ഇതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് ഒട്ടും വിവരമില്ല. ആ വിവരക്കേടിനനുസരിച്ച് തുള്ളാന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പൈസ ആരുടെയാണെങ്കിലും പൈസ തന്നെയല്ലേ. നമ്മുടെ ഇന്ന് പൈസ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എന്റെ അമ്മയ്ക്ക് വേവലാതി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നീ എന്താ പറഞ്ഞ? എനിക്ക് വിവരമില്ലാന്ന് നിന്റെ അമ്മ പറഞ്ഞു തന്നോ? അമ്മ അങ്ങനെയല്ല പറഞ്ഞേ. അവൻ ചിന്തിക്കാണ്ടായിരിക്കും ഓരോരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകുക. നിനക്ക് കുറച്ച് വിവരം വേണ്ട അത് പറഞ്ഞു കൊടുക്കാൻ. ഇനി അത്ര നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ടൂർ വയ്ക്കോ, ഞാൻ വരുന്നില്ല. അമ്മമാരോട് എന്താ പറയ? ഇന്നിനിപ്പോ എന്തായാലും വരുന്നില്ലമ്മേ. നാളെ രാവിലെ എത്താം, ഒരു 8 മണിയാകുമ്പോ. ഇല്ല, ഞങ്ങളുടെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. ഇല്ല, ഭക്ഷണം അവിടെ വന്നിട്ട് കഴിക്കാം. എന്നാ പിന്നെ അവര് പോയിക്കോട്ടെ, നമുക്കൊന്നിച്ചു പോവാം അവിടുന്ന്. ശരി, വിളിക്കാം. അരുവിക്കര കയ്യോ. അമ്മ എന്താ പറഞ്ഞെന്നറിയോ? നാളെ രാവിലെ അവരൊക്കെ അങ്ങോട്ട് പോകും. അപ്പൊ അമ്മ നമ്മളെ കൂടെ വരും. അപ്പൊ നമുക്ക് രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പോകണം. എന്നിട്ട് അമ്മേനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അമ്മ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല, അമ്മേന്റെ കാര്യം? അമ്മേനെ കൂടെ കൂടണം അങ്ങോട്ടേക്ക് നാളെ? അയ്യോ, അത്രയും ദൂരം അമ്മ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്മേനെ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റും കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ ആണല്ലോ. നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അയച്ചു ചെല്ലുമ്പോഴേ പിള്ളേർക്ക് റീലും എടുക്കാനുണ്ടാവും. ഞാൻ ചോദിച്ചിട്ട് വരാം. ഹലോ അമ്മേ. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങണോ? ആണ്, അതാ പറഞ്ഞോ. അമ്മേ, നാളെ ഞങ്ങളെ ഏട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് പോവുക. അമ്മ വരുന്നുണ്ടോ? ഞാനൊന്നും വരുന്നില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കാം. ഞങ്ങള് രാവിലെ നേരത്തെ ഇവിടുന്ന് പോകും. പിന്നെ ഇന്ന് വൈകുന്നേരം കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനുണ്ട്. അവിടെ പെണ്ണ് കാണും പരിപാടിയാ. പെണ്ണ് കാണലോ? ആരുടെ പെണ്ണ് കാണല്? അരുണേട്ടന് ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ടുപോയില്ലേ, അവരുടെ കുടുംബത്തിലുള്ളതാ. ഏട്ടന്റെ അമ്മായിന്റെ മോന്റെ. പെൺകുട്ടിനെയൊക്കെ നേരത്തെ അറിയാം, പുതിയൊരു ചടങ്ങായിട്ട് നടത്തുന്നേ ഉള്ളൂ. ഞങ്ങള് കുടുംബക്കാരും മുഴുവൻ അവിടെ ഉണ്ടാവണം, അവന് വലിയ നിർബന്ധം. വലിയ ഗ്രാൻഡായിട്ടൊക്കെയാ പരിപാടി നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു നാളെ രാവിലെ എത്തിക്കോളാം, ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ പോവാൻ നിക്ക. അയ്യോ എന്റെ മോളെ, നിന്നെയൊക്കെ എന്താ പറയാ? അവന്റെ കുടുംബത്തിലെ കാര്യം നോക്കി നടക്കാൻ നിക്ക. ഇതിപ്പോ അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് എവിടെ നോക്കിയോ വളഞ്ഞു തിരിഞ്ഞു വരുന്ന ബന്ധുവല്ലേ. അതിന്റെ പെണ്ണ് കാണല്ലേ പോവാ നിങ്ങള്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞോളെ ബോധവും വിവരവും ഒന്നും ഇല്ലാണ്ടായോ? അതിനെന്താ, അവരുടെ കുടുംബത്തിൽ അങ്ങനെ അകന്ന ബന്ധു അടുത്ത ബന്ധുവൊന്നും ഇല്ല. എല്ലാവരും ഭയങ്കര കൂട്ടാ. പിന്നെ കൂട്ട് ആ ജാട പെണ്ണുങ്ങളല്ലേ നിന്റെ അമ്മായിമ്മന്റെ കുടുംബത്തിലുള്ളത്. എനിക്കെന്തോ നീ അങ്ങോട്ട് പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഞാൻ അവിടെ നിന്ന് പരിപാടിക്ക് വന്നിട്ടേ അവറ്റോളം തന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവിടേക്കാണ് അവള്
കയറി പോകാൻ പോകുന്നു പെണ്ണുകാട്ടിൽ നീ വലിഞ്ഞു കയറി ചെന്നാ നിന്നെ ആര് വില വെക്കാനാ? അവരങ്ങനെയല്ലല്ലോ. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു പോയി നമുക്ക് പോവാന്ന്. പൊയ്ക്കോ, നിനക്ക് നിന്റെ അമ്മേന്റെ അഭിമാനം വലുതെല്ലാം തോന്നുകയാണെങ്കിൽ നീ പൊയ്ക്കോ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ പിന്നെ നിനക്ക് നിന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രം മതിയല്ലോ. സ്വന്തം കുടുംബവും കുടുംബക്കാരും ഒന്നും വേണ്ട. എന്തേലും അയക്കും. 10-100 കിലോമീറ്റർ വണ്ടി ഓടണം അങ്ങോട്ടേക്ക്, 3-4 മണിക്കൂർ. പെട്രോൾ എത്ര ചെലവാ? തിരിച്ചും അതുപോലെ വരണ്ടേ? അതിന്റെ ഇടയ്ക്ക് ഗിഫ്റ്റും. ഇതിനൊക്കെ പൈസ എവിടെന്നാ? ഇനിയും 10-100 ആൾക്കാരുണ്ടാവും അവന്റെ കുടുംബത്തില്. അവരുടെയൊക്കെ പ്രസവവും കല്യാണവും നൂല് കെട്ടും ഇതിനൊക്കെ സമയം ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കഴിഞ്ഞിട്ട് നിന്റെ വിവരമില്ലാത്ത കെട്ടിയോന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാവും. ഒരു ബോധമില്ലാത്തതിന്റെ തലയിലാണല്ലോ ഞാൻ എന്റെ കുട്ടീനെ വെച്ചു കൊടുത്തത്. ഇപ്പൊ അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? നീ അവനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഈ കുട്ടികളെയൊക്കെ നിർത്തിയിട്ടേ സ്വന്തം കാര്യം നോക്കാനുള്ള സമയമായി. ഇഷ്ടംപോലെ ബന്ധുക്കൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒപ്പം അങ്ങനെ എഴുതി ചേർന്ന് നിൽക്കണമെന്നൊന്നുമില്ല. കുറച്ച് അകലം പാലിക്ക്. അല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്റെ വിവരമില്ലാത്ത ഭർത്താവില്ലേ അവനെ അങ്ങോട്ട് ഊറ്റാൻ നോക്കും. അവസാനം നീ കഷ്ടപ്പെടേണ്ടി വരും. എന്റെ അഭിപ്രായത്തില് ഇതിപ്പോ നിശ്ചയമൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു പെണ്ണ് കാണലല്ലേ. പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ പോകാതിരിക്കുന്ന നല്ലത്. ഏട്ടനിപ്പോ എല്ലാം തയ്യാറായിട്ട് നിൽക്കുക. ആ സമയത്ത് ഞാൻ പോയിട്ട് നമ്മൾ പോണ്ടാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ പറയുന്നത്. അങ്ങനെയൊക്കെ പേടിച്ച കാര്യം നടക്കുവോ? ഭാര്യമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും ഭർത്താക്കന്മാർ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് അനുസരിക്കും. അതിനുള്ള സമയമായി ഇവിടെ എന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. അതെ, എന്നാ പിന്നെ ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. എന്താ? അത് നാളെ തന്നെ നമുക്ക് തിരക്കിട്ട് പോണോ? ഇതിപ്പോ വേറൊന്നും അല്ലല്ലോ, ജസ്റ്റ് പെണ്ണ് കാണൽ ചടങ്ങല്ലേ. നീ എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ ഇല്ലേ അങ്ങോട്ടേക്ക്? അന്നേരം പോയ പോരെ? നാളെ പോണ്ടാന്നോ? സ്വന്തം വീട്ടിൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോ അത് നമ്മൾ രണ്ടുപേരും മാറിക്കാനാ? അല്ല, എന്തെത്രയും പെട്ടെന്നൊരു മനമാരം നിനക്ക്? പെട്ടെന്നുണ്ടായ മനമാറ്റമൊന്നും അല്ല. അല്ലല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതേപടി അങ്ങോട്ട് എടുക്കും. എന്നിട്ട് നിങ്ങളുടെ വഴിക്ക് അങ്ങോട്ട് വരും. ഒന്നും ചിന്തിക്കൂല. ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാ മനസ്സിലായത് ഇതൊക്കെ എക്സ്ട്രാ പണച്ചെലവാന്നേ. വെറുതെ അങ്ങോട്ട് പോയാൽ മതിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിന് നല്ല പൈസ കൊടുക്കണം. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ കാണുന്നത്. പിള്ളേരുടെ കയ്യിൽ ഒരു 500 എന്തായാലും വെച്ചു കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ നാളെ ഗിഫ്റ്റ് വാങ്ങും. പിന്നെ നിങ്ങളിപ്പോ അമ്മേനോട് എന്താ പറഞ്ഞു വെച്ചാൽ അമ്മയും കുറെ സാധനങ്ങൾ പറയില്ലേ, അതും വാങ്ങിക്കൊണ്ടു പോണ്ടേ? ഒക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ടേ നമുക്ക് ക്യാൻസൽ ചെയ്താലോ? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എല്ലാത്തിനും റെഡി റെഡി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ എത്തും. എന്നിട്ട് അപ്പൊ പറയും ഇനി ഇതിന് പോണ്ട, അത് വേണ്ടാന്ന്. നിന്റെ ഇമാതിരി പരിപാടിയില്ലേ അത് ഇപ്പത്തോടെ നിർത്തിക്കോ. ഇതുവരെ ഉള്ളതുപോലെ അല്ല, ഇത് സ്വന്തം കുടുംബത്തിലെ കാര്യമാണ്. എല്ലാ ബന്ധുക്കാരും അവിടെ എത്തും. അവരിവിടെ വന്നിട്ടല്ലേ നമ്മൾ ക്ഷണിച്ചത്. അവര് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്? ആരും തെറ്റ് ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ. കുടുംബത്തിൽ നിന്ന് നമ്മളെല്ലാം വിട്ടെറിഞ്ഞ് മാറി നിൽക്കൊന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ വരുന്ന ചെലവുകളൊക്കെ അതൊക്കെ നമുക്ക് ചുരുക്കാലോ. ഇതിപ്പോ അത്രയും അടുത്ത ബന്ധമൊന്നും അല്ലല്ലോ, കുറേ അങ്ങ് ദൂരെ ഉള്ളതല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഉള്ള പെണ്ണ് കാണല്ലോ, അതിന് ഇതിനൊക്കെ എന്തിനങ്ങനെ വലഞ്ഞു കയറി പോകുന്നേ? അത് മാത്രല്ല അവിടെ കുറച്ചു പേർക്ക് ഭയങ്കര ജാടയാ, അതെനിക്കറിയാം. അതും കൂടി ഓർത്തിട്ടാ. നീ എന്താ എന്റെ ബന്ധുക്കാരെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് തൊട്ടടുത്ത റിലേറ്റീവ് അല്ലെങ്കിൽ ദൂരത്തുള്ള റിലേറ്റീവ് ഒന്നുമില്ല. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കാരും ഒരേപോലെ ഇപ്പോഴും നല്ല റിലേഷനില്ല. ഞാനിവിടെ എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിലേ ആ സെക്കൻഡിലൂടെ എല്ലാവരും ഓടിയെത്തും. അവിടേക്കാണ് നീ പോണ്ടെന്ന് പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ 8 മണിക്ക് അവിടെ ഉണ്ടാവുന്നു. നീ റെഡിയായി നിന്നോ, നാളെ പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും, ഞാൻ വരില്ല. 2 സെക്കൻഡ് മുമ്പല്ലേ നീ പറഞ്ഞത് നാളെ രാവിലെ പോകാൻ റെഡിയാണെന്ന്? എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോയി വരുമ്പോഴത്തേനും നിന്റെ മനസ്സ് മാറിയോ? നിന്റെ അമ്മ പറഞ്ഞതാ? എന്റെ അമ്മ പറഞ്ഞൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. നിന്റെയോ? അതെന്താ? അവക്ക് തീരുമാനിക്കാനുള്ള പ്രായം പക്വതയൊന്നും ആയില്ല? അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇത് എന്റെ കുടുംബത്തിൽ നടക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് ഞങ്ങൾ രണ്ട് പോയിട്ടില്ലെങ്കിൽ അവരെന്നെ കുറിച്ച് വിചാരിക്കുക. അതെ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണാ. അവക്ക് അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഒരാള് പറഞ്ഞത് മറ്റൊരാൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇന്നത്തെ കാലത്ത്. ഇതെന്താ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ നിൽക്കുന്നത്?
അവക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവള് വരണ്ട. അവളെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. സ്വന്തം ഭർത്താവ് എത്ര രൂപ ചെലവാക്കണം, എത്ര രൂപ ചെലവാക്കണ്ട, അവളെ കയ്യിൽ എത്ര രൂപ വെക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അവകാശം എന്റെ മോക്കുണ്ട്. ഓ, അപ്പൊ ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഇവിടുന്നാണല്ലേ വരുന്നത്? എനിക്കറിയാം നിങ്ങളുടെ ഈ മോളെ ബുദ്ധിയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉദിക്കില്ലാതെ. അവക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്. അമ്മേ, ഇത് ഞാനും ഏട്ടനും തമ്മിലുള്ള കാര്യമാണ്. അമ്മ ഒന്ന് പോയിക്കേ, ഞാൻ സംസാരിച്ചോളാം. നീ മിണ്ടാതിരിക്കടി. നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിന്ന് അവനോട് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. പെണ്ണുങ്ങളായാലേ കുറച്ച് തന്റേടും ധൈര്യവും ബോധവും ഒക്കെ വേണം. ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇവിടെ നിൽക്കുന്ന് പറയുമ്പോ ഇവിടെ നിൽക്കണം അവര്. ഇതിപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ടപ്പോ എനിക്ക് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇതിപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. നീയാണ് ഇത് വരുത്തി വെച്ചത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും ഇവള് എന്തേലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് നേരെ അമ്മേന്റെ അടുത്ത് കൊണ്ടുതരും. അമ്മ അത് നേരെ തിരിച്ച് മറച്ചിട്ടിട്ട് അവളോട് പറയാം അത് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ എല്ലാം ബ്ലോക്ക് ആവും. ഞങ്ങൾ ഇവിടെ കുറച്ച് സ്ഥലം വാങ്ങാൻ നിന്നു. ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞിട്ട് അത് നിങ്ങൾ മുടക്കി. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? അച്ഛൻ നോക്കുന്നുണ്ട് സ്ഥലം എന്ന്. കുറച്ച് മാസങ്ങളായില്ലേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞങ്ങളിന്ന് ടൂർ പോകാൻ നിന്നു. അത് ഇവളെന്തോ സാധനങ്ങൾ വീട്ടിലേക്ക് എടുക്കാൻ വന്നോളൂ. തിരിച്ചു വന്നപ്പോ ടൂർ പോകണ്ട, പൈസ നഷ്ടമാകുന്നു, സേവിങ്സ് വേണ്ടത്. ഇപ്പൊ എന്റെ വീട്ടിലെ വലിയൊരു ഫംഗ്ഷൻ നടക്കുക, എല്ലാ കുടുംബക്കാരും എത്തുക, അവിടേക്കും പോണ്ടാന്ന്. നിങ്ങളുടെ മോളെ ഞാനിങ്ങോട്ട് എന്റെ ഭാര്യയായിട്ട് കല്യാണം കഴിച്ചോണെന്ന് വിചാരിച്ചിട്ട് ഞാനേ നിങ്ങൾക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല എന്റെ കുടുംബം മൊത്തം ഭരിക്കാനുള്ള അവകാശം. കേട്ടോ, എന്റെ അമ്മയാ, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ബോധം നിന്റെ അമ്മയ്ക്ക് വേണം. എടി, ഞാനേ നിന്റെ ഭർത്താവാണ്. ആ ബോധം നിനക്ക് ലെവലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ എന്തിനാണ് നിന്റെ അമ്മേനോട് പറയാൻ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇവൾ എന്തെങ്കിലും കാര്യം കിട്ടി നേരെ അമ്മേന്റെ അടുത്ത് വന്ന് പറയും, അതങ്ങോട്ട് ഇല്ലാണ്ടാക്കും. അപ്പൊ രണ്ടുപേർക്ക് സമാധാനമായി. അമ്മ, ഇത് അമ്മേന്റെ മോളാണെങ്കിൽ എന്റെ ഭാര്യയും കൂടെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാൻ. ഇത് ലൈഫാണ്. അതിൽ ഞങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അമ്മയല്ല തീരുമാനം എടുക്കേണ്ടത്. പിന്നെ നിന്നോട് നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, അല്ലാണ്ട് മൂന്നാമത് ഒരാൾ അറിയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നിനക്ക് നിന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് അത് ഇല്ലാണ്ടാക്കണം എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ നിന്റെ അമ്മേൻ്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. നമ്മുടെ കാര്യങ്ങളെ നമ്മൾ വേണം തീരുമാനിക്കാൻ, അല്ലാണ്ട് എൻ്റെ അമ്മയോ നിന്റെ അമ്മയോ അല്ല. ആ ഒരു ബോധം നിനക്ക് എപ്പോഴും വേണം. അത് മനസ്സിലാക്കുക. എന്നാ പിന്നെ അമ്മ റെഡി ആയിക്കാം അമ്മേ. ഞങ്ങൾ ഇപ്പൊ തന്നെ അമ്മേനെ ഡ്രോപ്പ് ചെയ്യാം. നാളെ രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ളത്.